So good morning to all. So നമ്മൾ adjacency മെട്രിക്സ് അല്ലാതെ നമ്മൾ പാത്ത് മെട്രിക്സ്, ഇൻസിഡൻസ് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് adjacency മെട്രിക്സ്. സോ adjacency മെട്രിക്സ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Let G equal to VE be an undirected graph with V equal to set of V1, V2 continues to V1 and E is equal to a set of E1, E2 to EM and without parallel edges. The adjacency matrix of G is an n by n symmetric binary matrix. That is, x is equal to xij such that xij, that is 1 if Vi and Vj belongs to E, 0 otherwise. So this is the definition of adjacency matrix. So adjacency matrixൽ മെയിൻലി ഇവിടെ പറയുന്നത് എന്താണ്, ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ജിയിൽ. ആ ജിയിൽ വെർട്ടിസസും കാണും, എഡ്ജസസും കാണും. വെർട്ടിസസ് വി എന്ന് പറയുന്ന ഒരു ലെറ്ററിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് V1, V2 അപ് ടു Vn. അതേപോലെ ഇ എന്ന് പറഞ്ഞ എഡ്ജസിനെ ഡിനോട്ട് ചെയ്യണതാണ്. അത് ഒരു സെറ്റിലുണ്ട് E1, E2 ടു അപ് ടു EM. ഇതിനെ എല്ലാം കൂടി നമ്മളൊരു മെട്രിക്സിലാകും. അതെങ്ങനെയാണ്? ദ മെട്രിക്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് n ബൈ m. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു n എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യണത് എന്തിനെയാണ്? വേർട്ടിസസിനെയാണ്, എഡ്ജസിനെ അല്ല. സോ ഇവിടെ വേർട്ടിസസ് മാത്രമേ ഈ അഡ്ജസൻസി മെട്രിക്സിൽ വരത്തുള്ളൂ. അതാണ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കണ്ടീഷൻ ജസ്റ്റ് നോക്കുക. xij ആണ് നമ്മുടെ ഇവിടെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് വെച്ചാൽ xij 1 വരുന്നത് എപ്പോഴാണ്? വെർട്ടിസ് വിഐയും വിജെയും ആ എഡ്ജ് സെറ്റിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അവിടെ 1 വരും, അല്ലെങ്കിൽ അതർവൈസ് 0. ഇതാണ് കണ്ടീഷൻ. സോ xij ആണ് നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. ആ xij 1 വരണമെങ്കിൽ വിഐയും വിജെയും എവിടെ ബിലോങ്സ് ടു ആയിരിക്കണം? ഇ എന്ന് പറഞ്ഞ സെറ്റിൽ ബിലോങ്സ് ടു ആയിരിക്കണം, അതർവൈസ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് 0. സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം എങ്ങനെയാണ് അഡ്ജസൻസി മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന്. സോ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ്. ഒരു ഡയഗണലുണ്ട്. സോ ഇതാണ് ഗ്രാഫ്. V1 നമുക്ക് വെർട്ടിസസ് മാർക്ക് ചെയ്യാം. V1, V2, V3, V4, ഇത് V5 ആൻഡ് ദിസ് ഇസ് V6. ഇനി നമുക്ക് ഇതിലെ എഡ്ജസ് മാർക്ക് ചെയ്യാം. E1, E2, E3, E4, E5, E6, E7 ആൻഡ് E8. സോ മൊത്തത്തിൽ 8 എഡ്ജസും 6 വേർട്ടിസസ് ആണുള്ളത്. നമ്മുടെ ഈ ബാക്കിയുള്ള മെട്രിക്സൊക്കെ നമ്മൾ എഡ്ജസും വേർട്ടിസസും തമ്മിലുള്ള മെട്രിക്സാണ് ഫോം ചെയ്തത്. അഡ്ജസൻസി മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ വന്നത് വേർട്ടിസസ് തമ്മിലുള്ള മെട്രിക്സ് ആയിരിക്കും. അതായത് n ബൈ n. നമ്മൾ നേരത്തെ പറഞ്ഞു n ബൈ n എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? വേർട്ടിസസ് ബൈ n, അതായത് വേർട്ടിസസ് ബൈ വേർട്ടിസസ് തമ്മിലായിരിക്കും ഇതിൻ്റെ മെട്രിക്സ് ഫോം ചെയ്യണം. സോ ഇതിൻ്റെ മെട്രിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ മെട്രിക്സ് വരയ്ക്കുന്നു. മൊത്തം 6 വെർട്ടിസസ് ഉണ്ട്. സോ 6 വെർട്ടിസസ് എഴുതുന്നു. V1, V2, V3, V4, V5 ആൻഡ് V6. അതേപോലെ അക്രോസ് ദ മെട്രിക്സ് V1, V2, V3, V4, V5 ആൻഡ് V6. 6 വെർട്ടിസസ്, 6 by 6 മെട്രിക്സ് ആണ് ഇത്. സോ 6 വരച്ചു. ഇനി നമ്മൾ ഇതിങ്ങനെ ഫില്ല് ചെയ്യുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. സോ ഈ മെട്രിക്സിൽ ഈ V1 എന്ന് പറയുന്നത് നമ്മളിവിടെ V1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ്. V1 by V1, V1 into V1 ആണ് ഫസ്റ്റ് നോക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ V1. ഈ V1 എന്ന് പറഞ്ഞ വെർട്ടിസസിൽ വേറൊരു V1 വെർട്ടിസസ് കണക്റ്റ് ആവുന്നുണ്ട്. അഡ്ജസൻ്റ് ആയിട്ട് വേറൊരു V1 ഉണ്ടോ? ഈ ഗ്രാഫിൽ വേറെ V1 ഇല്ലേ? ഈ V1ൻ്റെ കൂടെ വേറൊരു V1 അഡ്ജസൻ്റ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ 0, ഇല്ലെങ്കിൽ 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. V1, V2. V1ൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് V2 ഇല്ലേ? കണക്ട് ചെയ്തൊരു എഡ്ജും ഉണ്ട്, അവിടെ എന്തുണ്ട്? V2 ഉണ്ട്. അഡ്ജസൻ്റ് തൊട്ടടുത്തല്ലേ V2? കാരണം കണക്റ്റഡ് ആണെങ്കിൽ അത് അഡ്ജസൻ്റ് ആണെന്നാണ്. സോ V1, V2 കണക്റ്റഡ് ആണ്, അത് അഡ്ജസൻ്റ് ആണ്. സോ അഡ്ജസൻ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കാം? 1. ഇനി V1ഉം V1 ഇവിടെ കിടക്കുന്നു. ഇത് V1, V1, V3 ഇവിടെ കിടക്കുന്നു. ഇത് തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ട്? പക്ഷേ ഇത് ഇങ്ങനെയാണ്. There is no direct connection between V1 and V3. V1 V3 ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഇങ്ങനൊരു കണക്ഷൻ ഇല്ല. V5, V4, V3 ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ആയിട്ടൊരു കണക്ഷൻ ഇല്ല. സോ ഇത് അഡ്ജസൻ്റ് ആണോ? അല്ല. V1ൻ്റെ അഡ്ജസൻ്റ് ഉള്ളത് V5ഉം V2ഉം V6ഉം ആണ്.
V3 അഡ്ജസൻ്റ് അല്ല, ദൂരെയാണ്. സോ അവിടെ നമുക്ക് 0 കൊടുക്കാം. അടുത്ത V4 V5 കഴിഞ്ഞിട്ടാണ് V4, അഡ്ജസൻ്റ് ആണോ? അല്ല. സോ അതും 0. V5 തൊട്ടടുത്തല്ലേ, V1ൻ്റെ അഡ്ജസൻ്റ് ആണ് V5. സോ ഇറ്റ് ഈസ് 1. ആൻഡ് V6ഉം അഡ്ജസൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് 1. നെക്സ്റ്റ് V2ൻ്റെ കാര്യം നോക്കുമ്പോൾ V2ൻ്റെ അഡ്ജസൻ്റ് ആണല്ലോ V1. സോ 1. V2ൻ്റെ തൊട്ടടുത്ത് വേറൊരു V2 ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൽഫ് ലൂപ്പാണ്. ഇവിടെ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ 1 കൊടുക്കാം. സെൽഫ് ലൂപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിവിടെ 0 കൊടുക്കും. സെൽഫ് ലൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് കണക്ട് ചെയ്ത് വേറൊരു V1 ആയിട്ട് സെൽഫ് ലൂപ്പായിട്ട് ഉണ്ടോന്ന്. സെൽഫ് ലൂപ്പ് ഒന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് നമുക്കത് 0 കൊടുക്കാം. സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വേറെ V2 വരുന്നെന്ന് പറയാം. സെൽഫ് ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് 0 കൊടുക്കാം. അടുത്ത് V2ഉം V3 ആണ്. V3യിലോട്ട് പോകണമെങ്കിൽ V4ഉം കഴിഞ്ഞേ പോകുള്ളൂ. സോ ഇറ്റ് ഈസ് ദൂരെയാണ്, നിയർ ബൈ അല്ലാത്തതുകൊണ്ട് അഡ്ജസൻ്റ് അല്ല. സോ നമുക്കവിടെ 0 കൊടുക്കാം. അടുത്ത V2 V4 അഡ്ജസൻ്റ് ആണ്. സോ 1. V2 V5 അഡ്ജസൻ്റ് ആണ്. സോ 1. V2 V6 അഡ്ജസൻ്റ് അല്ല, നല്ല ദൂരെയാണ്. സോ ഇറ്റ്സ് 0. അപ്പോൾ കാര്യം മനസ്സിലായാലും എങ്ങനെയാണ് മെട്രിക്സ് കൺസിഡർ ചെയ്യണമെന്ന്. അഡ്ജസൻ്റ് ആണെങ്കിൽ 1 കൊടുക്കാം. ഇപ്പോൾ ആ വെർട്ടിസസ് മറ്റൊരു വെർട്ടിസ് തൊട്ടടുത്താണ്, അല്ലെങ്കിൽ നിയർ ബൈ വേറെ വെർട്ടിസസോ ഇല്ല ഇടയ്ക്ക്, അങ്ങനെയാണെങ്കിൽ അത് അഡ്ജസൻ്റ് ആണ്. സോ വി ക്യാൻ ചൂസ് 1. അല്ലെങ്കിൽ അതർവൈസ് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുക്കുക? 0 കൊടുക്കുക. അതേപോലെ സെൽഫ് ലൂപ്പിൻ്റെ കാര്യത്തിൽ അതെ, ഒരു വെർട്ടിസസിൽ നിന്ന് വീണ്ടും ഒരു വെർട്ടിസസ് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സെൽഫ് ലൂപ്പ് ഫോം ചെയ്യണം. സെൽഫ് ലൂപ്പ് ഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് 0 തന്നെ കൊടുക്കാം. സോ V3 V1 V1ഉം ഇല്ല, 0. V3 ആൻഡ് V2 V4 കഴിഞ്ഞാലേ V2ലെട്ടുള്ളൂ. സോ ഇറ്റ്സ് ഓൾസോ 0. ഇനി V3 ഒരു സെൽഫ് ലൂപ്പ് വല്ലതും ഉണ്ടോ? അല്ലാതെ തന്നെ വേറെ V3 ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് 0. V3 V4 കണക്ഷൻ ഉണ്ട് ഇല്ലേ, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് 1. V3 V5 നോ കണക്ഷൻ. സോ 0. V3 V6 ഒരു കണക്ഷനും ഇല്ല. സോ 0. So it is not adjacent to V6, so it is also given as 0. Next V3 കഴിഞ്ഞു. ഇനി V4 നോക്കിയാൽ V4 ആൻഡ് V1 കണക്ഷൻ ഉണ്ട്, പക്ഷേ അഡ്ജസൻ്റ് അല്ല, നിയർ ബൈ ആരുള്ള V5ഉം V2 ഉള്ളൂ. സോ ഇറ്റ്സ് 0. ഇനി V4 V2 അഡ്ജസൻ്റ് ആണ്. സോ 1. V4 V3 അഡ്ജസൻ്റ് ആണ്. സോ 1. V4ഉം V4 നോ സെൽഫ് ലൂപ്പ്. അതേപോലെ V4 വേറെ V4 കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ ദർ ഇസ് 0. V4 ആൻഡ് V5 അത് കണക്റ്റഡ് ആണ് അല്ലേ, V4 ആൻഡ് V5. സോ ദിറ്റ് ഇസ് 1. അതേപോലെ V4 ആൻഡ് V6 ഇറ്റ് ഈസ് ഓൾസോ കണക്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ അസ് 1. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി V5 നോക്കാം. നോക്കിയാൽ V5 ആൻഡ് V1ഉം V1 കണക്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് 1. അടുത്ത് V5 ആൻഡ് V2 കണക്റ്റഡ് ആണ്. 1. V5 ആൻഡ് V3 കണക്റ്റഡ് അല്ല, അഡ്ജസൻ്റ് അല്ല. സോ ഇറ്റ് ഈസ് 0. V5 ആൻഡ് V4 അഡ്ജസൻ്റ് ആണ്. സോ 1. V5 ആൻഡ് V5 സെൽഫ് ലൂപ്പ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് 0. ഇനി V5 ആൻഡ് V6 ആയിട്ടൊരു കണക്ഷനും ഇല്ല. സോ ഇറ്റ് ഈസ് 0. നെക്സ്റ്റ് V6 വരുമ്പോൾ V6ഉം 1ഉം ആയിട്ട് കണക്ഷൻ ഉണ്ട്, അഡ്ജസൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് 1. V6ഉം V2 ആയിട്ട് അഡ്ജസൻ്റ് അല്ല. സോ ഇറ്റ്സ് 0. ആൻഡ് V6ഉം V3 ആയിട്ട് അഡ്ജസൻ്റ് അല്ല. സോ ഇറ്റ്സ് ബിക്കം 0. ആൻഡ് V6 ആൻഡ് V4 ആയിട്ട് കണക്ഷൻ ഉണ്ട്, അതായത് അഡ്ജസൻ്റ് ആണ്. സോ ഇറ്റ്സ് ബിക്കംസ് 1. ആൻഡ് V6 V5 നോ കണക്ഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് അഡ്ജസൻ്റ് ടു V6. സോ ഇറ്റ് ബിക്കംസ് 0. ആൻഡ് V6 സെൽഫ് ലൂപ്പ് ഇല്ല, അതുപോലെ വേറെ V6 അവിടെ നിന്ന് അഡ്ജസൻ്റ് ആയിട്ടില്ല. സോ ഇറ്റ് ബിക്കംസ് 0. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന അഡ്ജസൻസി മെട്രിക്സ്. മനസ്സിലായല്ലോ? അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് മനസ്സിലായല്ലോ? സോ ഇതായിരിക്കും നമുക്ക് കിട്ടാവുന്ന അഡ്ജസൻസി മെട്രിക്സ്. സോ അഡ്ജസൻസി മെട്രിക്സ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 5ൻ്റെ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും, അതായത് വെർട്ടെക്സ് കളറിങ് അതേപോലത്തെ ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് അഡ്ജസൻസി മെട്രിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് എഡ്ജസ് തമ്മിലല്ല, വെർട്ടെക്സും തമ്മിലുള്ള മെട്രിക്സ് ആണ് അഡ്ജസൻസി മെട്രിക്സ്. ആ വാക്കിൽ തന്നെ ഉണ്ട് വെർട്ടെക്സ് ദാറ്റ് ഈസ് അഡ്ജസ്റ്റ് ടു ദ നിയർ ബൈ വെർട്ടിസസ്. വെർട്ടെക്സ് ഏത് വെർട്ടെക്സ് ആണ് നിയർ ബൈ ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്നത്, ആ വെർട്ടിസസ് ആണ് നമ്മളിവിടെ മെട്രിക്സിൽ മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് ഫൈൻഡിങ് ദ അഡ്ജസൻസി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.